പറഞ്ഞ മാതിരി ലൊക്കേഷനിലെ വിശേഷങ്ങളൊക്കെ ലാലേട്ടനോടൊപ്പമുള്ള വിശേഷങ്ങളും ഒക്കെ നമ്മുടെ കോളേജിൽ വന്നിട്ട് ക്ലാസ്സിൽ പറയുമ്പോൾ ശരിക്കും ഈ പറഞ്ഞ മാതിരി കൗതുകത്തോടു കൂടി കേട്ടുകൊണ്ടിരുന്നതാണ്. ഒരു കാലത്തും വിചാരിച്ചിരുന്നില്ല അങ്ങനെ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുമെന്നാണ് അന്ന് പഠിക്കുന്ന കാലത്ത്. ഈ പഠിക്കുന്ന കാലത്ത് പഠിപ്പ് കഴിഞ്ഞിട്ടൊക്കെ ഈ ബാങ്ക് മാനേജർ ആവാൻ ഭയങ്കര ആഗ്രഹമായതെന്ന് കേട്ടിട്ടുണ്ട്. ഒരുപാട് ബാങ്കിങ് പരീക്ഷകളൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ശരിയാണ്. അതെ അതെ, BSRBയുടെ ടെസ്റ്റുകൾ ഒരുപാട് ഇങ്ങനെ എന്താ പറയാ, ഈ പൊങ്കാലയൊക്കെ നമ്മൾ എല്ലാ വർഷവും ഇടത്തില്ലേ, അതേമാതിരിയൊക്കെ ചെയ്യുമായിരുന്നു. കാരണം ബാങ്ക് മാനേജറിനെക്കാളൊക്കെ ഒരു ബാങ്കിലെ ഉദ്യോഗസ്ഥ അത് എന്താണെങ്കിലും അതെന്താന്ന് എനിക്കിപ്പോഴും അന്നത്തെ കാലത്ത് എനിക്ക് എന്താന്ന് എനിക്ക് അറിയത്തില്ല. എനിക്കൊണ്ട് അമ്മയൊക്കെ പറയുന്നുണ്ടായിരിക്കും, ഒന്നുകിൽ ഒരു ഇലക്ട്രിസിറ്റി ബോർഡിൽ, ബാങ്കിൽ, അങ്ങനെയൊക്കെ ഈ പറയുന്ന ഒരു സോ കോൾഡ് ഗവൺമെൻറ് ജോബ് അങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ടായിരിക്കാം മേ ബി. എനിക്കിപ്പോഴും അറിയത്തില്ല അന്ന് ഞാൻ ഈ ബാങ്കിൽ ഇത്രമാത്രം ബാങ്കിനോട് ഇത്രമാത്രം എന്താന്ന് അറിയത്തില്ല. പൈസ ഒരുപാട് എണ്ണുകയും അതൊക്കെ അതൊക്കെ ആയിരിക്കാം മേ ബി. ലൈക്ക് ഓരോ ഈ പൈസകളൊക്കെ ഇങ്ങനെ എണ്ണി, എനിക്ക് തോന്നുന്നു അന്നത്തെ ഈ പൊട്ടയായ ചിന്തയായിരിക്കും, മാനേജർ വഴിയാണ് ഇത്രയും പൈസകളൊക്കെ പോകുന്നത്, അപ്പോൾ ഡെയിലി ഇത്രയും പൈസ ഒക്കെ കാണാമല്ലോ എന്നൊക്കെ ഉള്ള ഒരു പൊട്ടച്ചിന്തയായിരിക്കാം മേ ബി. പക്ഷെ അത് ഒരു കണക്കിന് ആകാത്തത് നന്നായി. അങ്ങനെയാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എനിക്കിന്ന് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു മാനേജർ ബാങ്കിൻ്റെ ഒരു ഭയങ്കര സംഭവമായിട്ട് എന്തെങ്കിലും ഒരു വളരെ ആ തരത്തിൽ പ്രശസ്തിയായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിലല്ലേ നിങ്ങൾ ഇൻ്റർവ്യൂ ഉള്ളൂ. ഒരു ആക്ട്രസ് ആയിട്ട് ഇരുന്ന് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ട്. പട്ടണത്തിൽ സുന്ദരനുള്ള ക്യാരക്ടറില്ലേ, അത് ശരിക്കും സോന നായർ ഒരുപാട് അകലെയാണോ അടുത്താണോ? അകലെയാണ്. ആ ക്യാരക്ടറേ അകലെയാണ്. കാരണം എന്ന് വെച്ചാൽ പൊതുവേ ഞാൻ സുന്ദരൻ എന്ന് വെച്ചിട്ട് മൂവി എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ആൾക്കാർ എൻ്റെ അടുത്ത്, ഞാൻ വെരി ഫസ്റ്റ് എൻ്റെ ലൈഫ് ടൈമിൽ ഇൻഡസ്ട്രിയിൽ വെരി ഫസ്റ്റ് കോമഡി, അതായത് ഒരു സോ കോൾഡ് ഒരു കോമഡി ട്രാക്ക് ചെയ്തിട്ടുള്ള ആദ്യത്തെ ഒരു കാൽവയ്പ്പും കൈവയ്പ്പും ഒക്കെ ആണ് അതില്. പക്ഷെ ആ കഥാപാത്രം കോമഡിക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നൊന്നുമില്ല. ആ കഥാപാത്രം ബേസിക്കലി അങ്ങനെയാണ്. അങ്ങനെയുള്ള കുറെ കഥാപാത്രങ്ങൾ നമ്മുടെ ചുറ്റിലൊക്കെ ഉണ്ടല്ലോ. പക്ഷെ അങ്ങനെ ആ ഒരു കഥാപാത്രത്തെ ഞാൻ എൻ്റെ ചുറ്റിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ബട്ട് അങ്ങനെ ഉണ്ട്. പക്ഷെ ഈ കുറേ നാട്ടും പ്രദേശത്തൊക്കെ ഉള്ള, അങ്ങനെ ശരിക്കും ഒരു നാട്ടും പ്രദേശമാണല്ലോ ആ സിനിമ മൊത്തവും. അപ്പം അവിടെയൊക്കെ അങ്ങനെ ആയിരിക്കാം മേ ബി. അങ്ങനെയൊക്കെ വിദ്യാഭ്യാസവും വിവരവും ഇല്ലാതെ സൗന്ദര്യത്തിന് മാത്രം, സൗന്ദര്യമാണ് ഏറ്റവും വലിയൊരു മുതൽക്കൂട്ട് എന്ന് വിചാരിക്കുന്ന അത്തരത്തിലുള്ള ചിന്താഗതികളുള്ള സ്ത്രീകളൊക്കെ ഉണ്ടാവാമല്ലോ. അങ്ങനെ ഒരു സ്ത്രീ. പക്ഷെ ഞാനൊരിക്കലും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ അല്ല. എപ്പോഴും ഇങ്ങനെ സൗന്ദര്യവും ഇങ്ങനെയൊക്കെ ഉള്ള ചെയ്തിരിക്കുന്ന അങ്ങനെ അല്ല. പക്ഷെ അതിൽ നിന്നൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. എങ്ങനെ ചെയ്തെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഒരു പ്രത്യേക ടോണിലൊക്കെ പാടില്ല. അയ്യോ, അത് പാടിയിട്ട് ദിലീപേട്ടൻ ഭയങ്കര ചിരിയായിരുന്നു ടേക്ക് ടൈമിൽ. അത് കാരണം എനിക്ക് 3-4 പ്രാവശ്യം ആ ടേക്ക് പോവേണ്ടി വന്നത്. ആക്ച്വലി വെരി ഫസ്റ്റ് ടേക്ക് ഓക്കെയാണ്. പക്ഷേ ഈ സജഷൻ ഷോട്ട് എടുക്കുമ്പോഴത്തേക്ക് പുള്ളി ചിരിക്കുന്ന ഒരവസ്ഥ കാണാൻ പറ്റും. കാരണം പുള്ളി അങ്ങനെ ചിരിക്കുകയല്ല അതിനകത്ത് ചെയ്യുന്നത്. ഇങ്ങനെ ഈ ചേട്ടത്തി ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് ചെയ്യുന്നത്. പക്ഷെ ചിരിയുടെ ആ ഒരു ഈ ചീക്സൊക്കെ ഇങ്ങനെ പുള്ളിക്ക് ചിരി അടക്കാൻ പറ്റുന്നില്ല. ഞാനിങ്ങനെ എന്തൊക്കെയോ മതിമറന്ന് ആ ഒരു ചുറ്റുപാടെ മറന്നങ്ങ് അഭിനയിക്കായിരുന്നു. ആ പാട്ടൊക്കെ വേറെ ലെവലിലൊക്കെയാണ് പാടി തീർത്തത്. അപ്പം അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ട് ഈ പാട്ട് പാടി കഴിഞ്ഞിട്ട്, ആ ഭാര്യ ഈ ഭാര്യയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അത് ഇപ്പോഴും ആൾക്കാർ പട്ടണത്തിൽ സുന്ദരനിലെ കുറേ എൻ്റെ പോർഷൻസ് ഒക്കെ ഒരുപാട് കുട്ടികൾ റീൽസ് ചെയ്തിട്ട് എനിക്ക് ടാഗ് ചെയ്യാറുണ്ട്. സോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതൊരു ഭയങ്കര ഭാഗ്യമല്ലേ, നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ എവിടെയോ ഏതോ ഒരു ഇടത്തിൽ അട്രാക്റ്റഡ് ആവുന്നുണ്ടായിരിക്കുമല്ലോ അത്തരം റീൽസുകളൊക്കെ വരുന്നത്. ഒരുപാട് പേര് ആ റീൽസ് ആ പാട്ട് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മേക്കപ്പ് ഇട്ടിട്ട് ഞാൻ കല്യാണത്തിന് പോകാൻ ഒരുങ്ങുമ്പോൾ അതൊക്കെ എന്നേന്ന് മനോഹരമായിട്ടാണ് കുട്ടികൾ ചെയ്ത് അയച്ചിട്ടുള്ളത്. ഒരുപാട് കുട്ടികൾ ആ കഥാപാത്രത്തിന് പോലെ തന്നെ ആളുകൾ എടുത്ത് പറയുന്ന ഒന്നാണ് നരനിലെ കഥാപാത്രവും. ഓരോ വട്ടം ഈ നരൻ ടി വിയിലൊക്കെ ടെലികാസ്റ്റ് ചെയ്തതിനു ശേഷം ഫേസ്ബുക്കിലൊക്കെ കുറിപ്പുകളൊക്കെ എഴുതാറുണ്ട്. കുന്നുമ്മൽ ശാന്തയും വേലായുധനും തമ്മിലുള്ള ബന്ധം, അവരുടെ പ്രണയം എന്തായിരിക്കും കുന്നുമ്മൽ ശാന്ത പറയാതെ പറഞ്ഞത്, അങ്ങനെയൊക്കെ. അതൊരു ലൈഫ് ടൈം ക്യാരക്ടറായിട്ട് അല്ലെങ്കിൽ ഒരു വലിയ അവാർഡായിട്ടാണോ സോന നായർ എടുത്തിട്ടുള്ള ആ കഥാപാത്രം അതിൻ്റെ സ്വീകാര്യത? ആ കഥാപാത്രത്തിന് ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ ലിറ്ററലി സ്പീക്കിംഗ് ആ കഥാപാത്രത്തിന് ഒരു പൂർണ്ണത ഉണ്ടായിട്ടില്ല. എന്നാൽ ഷൂട്ടിങ്ങിന് ഉണ്ടായിട്ടുണ്ട്.
റിലീസിങ്ങിന് അത് ഉണ്ടായിട്ടില്ല, എഡിറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. എഡിറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഒരു രീതിയും ഇൻ ബിറ്റ്വീൻ ആ കഥാപാത്രം എന്താണ് പോർട്രേ ചെയ്യാൻ കാണിച്ചതും എൻഡിലും ആ കഥാപാത്രം അത്രയും സ്ട്രോങ് ആയിരുന്നു. ആ 3 സാധനങ്ങളില്ല. അതുകൊണ്ട് ഇപ്പോഴും ആളുകൾ എൻ്റെ ആ ഒരു ചെറിയൊരു പ്രകടനം എന്ന് വേണമെങ്കിൽ പറയാം, ഞാൻ അതിനകത്ത് ഒരു ഭയങ്കര സംഭവമായിട്ടൊന്നും ചെയ്തിട്ടുണ്ടെന്ന് എനിക്കങ്ങനെ തോന്നുന്നില്ല. ഓക്കെ, ആ ഒരു ക്യാരക്ടർ എന്താണ് നീഡ് ചെയ്തത്, ജോഷി സാർ എന്ന് പറയുന്ന ഒരു ഡയറക്ടറിന് എന്തായിരുന്നു ആവശ്യം, അതാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണല്ലോ, ഒരു ഡയറക്ടറിന് ആവശ്യമുള്ളല്ലോ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അത് ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന്. പക്ഷേ ഇപ്പോഴും ആൾക്കാർ എന്നെ അപ്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് ആ കഥാപാത്രത്തെ ചൊല്ലി എൻ്റെ അടുത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രൈസ് ചെയ്യുമ്പം ഞാൻ താങ്ക്സ് ഒക്കെ പറയുമെങ്കിലും എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ടൊരു സങ്കടം, ഇല്ലാത്ത അവസ്ഥയുണ്ട്. ഓഫ് കോഴ്സ് ഉണ്ട്. അത് എങ്ങനെ ഈ ആൾക്കാരെ അറിയിക്കും, ഞാൻ ചെയ്തു വെച്ചത് എങ്ങനെ ആൾക്കാർ കാണും എന്നുള്ളത് ഉണ്ട്. കാരണം അത്ര മനോഹരമായിട്ടുള്ള 2-3 സീൻസാണ്. അതായത് ആ കഥാപാത്രത്തിൻ്റെ ഒരു പക്ക ക്യാരക്ടറൈസേഷനാണ് പോയത്. ആ ക്യാരക്ടർ ആർക്ക് എന്ന് പറയുന്ന കാര്യം പോയല്ലേ. നിങ്ങൾ കാണുന്ന കുന്നുമേൽ ശാന്ത അല്ല അത് ഷൂട്ടിനുള്ളപ്പോൾ, ലൊക്കേഷനിലുള്ളപ്പോൾ നിങ്ങൾ കണ്ട കുന്നുമേൽ ശാന്ത അല്ല അത്. അപ്പം അതിന് എനിക്ക് ഇപ്പോഴും അതിനകത്ത് ഒരു നിരാശ ഉണ്ട്. അങ്ങനെയുള്ള സൈഡ് ഞാൻ ഒരുപാട് ഇന്റർവ്യൂസിൽ പറഞ്ഞു. പക്ഷെ ഈ ഒരു പറച്ചിലുകൾ പറയുമ്പോൾ ആൾക്കാർ കമന്റ് ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ, ഇവളാര്, ഇവർ ഭയങ്കര സംഭവം, ഇവളെന്താണ്, ഇവളില്ലാന്നുണ്ടെങ്കിൽ നര അങ്ങോട്ട് മറിക്കും, മലർത്തും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ബാഡ് കമന്റ്സുകൾ വരും. പക്ഷേ എനിക്ക് തന്ന കഥാപാത്രത്തിന് അത്രയും പവർഫുൾ ആയതുകൊണ്ട് മാത്രമാണ് അത്തരം കഥാപാത്രങ്ങളിലേക്ക് ഞാൻ കൈവച്ചതും. മനസ്സിലായില്ലേ? അത് ജോഷി സാർ എന്ന് പറയുന്ന ഒരു മഹാനായ സംവിധായകൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതിന് ഒരു ഭാഗ്യമാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ വെരി ഫസ്റ്റ് വർക്ക് ചെയ്യുന്നതാണ് അദ്ദേഹത്തിനോടൊപ്പം. അപ്പോൾ എല്ലാവർക്കും ജോഷി സാർ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു ജോഷി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ അത്രമാത്രം നല്ല ഇടിപെട്ട് പടങ്ങളാണ് നമ്മുടെ മുമ്പിൽ തന്നിട്ടുള്ളത്. സാറ് വിളിക്കുമ്പോൾ സാറിൻ്റെ പടമാണ്. പിന്നെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ വേറൊന്നും ചിന്തിച്ചില്ല. പക്ഷെ അത്തരം സന്തോഷത്തിലും അത്രയും എന്താ പറയുക, അതിലാണ് ഞാൻ ആ മൊത്തം വർക്ക് തീർത്തത്. പക്ഷേ എനിക്കതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് ആസ് എൻ ആക്ട്രസ് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് എപ്പോഴും അത് സങ്കടമായിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു. ഇപ്പം ഈ റീൽസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴേ സ്വയമായിട്ടും കുറേ റീൽസൊക്കെ ചെയ്യുന്നില്ലേ, അതിന് എവിടുന്നാ സമയം കിട്ടുന്നത്? ഞാൻ 24/7 വർക്ക് ചെയ്യുന്ന ഒരാളെ അല്ല. ഒരുപാട് സമയം ഉണ്ട്. അങ്ങനെ എന്താ പറയുക, നമ്മൾ രാവിലെ എണീറ്റ ഉടനെ ഡെയിലി ഷൂട്ട്, ഡെയിലി സംഭവങ്ങൾ, അങ്ങനെ ഒരാളെ അല്ല. വളരെ വിരളം വർക്കുകൾ മാത്രം ചെയ്യുന്നു. വളരെ വിരളം പബ്ലിക് അപ്പിയറൻസ് നടത്തുന്നു. എൻ്റെ ഫാമിലി എനിക്ക് കുറേ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ ഫാമിലിയിൽ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പം ഫാമിലിക്കകത്ത് തന്നെ ഒരുപാട് സമയം കിട്ടുന്നുണ്ട് എനിക്ക്. മീൻസ് വീടിനകത്ത് തന്നെ ആ സമയം ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ ചെയ്യാതെ പോയ സാധനങ്ങളൊക്കെയാണ് ഈ റീൽസിൽ. നമുക്കൊക്കെ സ്വപ്നം മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഈ അബ്രപാളികളിൽ ഇങ്ങനെ ഒന്ന് അഭിനയിച്ചാൽ എങ്ങനെയിരിക്കും, ഈ സോങ്ങിൽ ഇങ്ങനെ ഇരിക്കും, അതൊക്കെ. അപ്പോൾ ആ സ്വപ്നം കാണുന്ന ചില പാട്ടുകളൊക്കെ നമുക്ക് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു പാട്ട് ഞാൻ ചെയ്താൽ എങ്ങനെ ഇരിക്കും. അപ്പോൾ എൻ്റെ ഒരു ഡയറക്ടോറിയൽ വിഷനാണത്, ഞാൻ ചെയ്താൽ എങ്ങനെ ഇരിക്കും. എന്നിട്ട് ഞാൻ തന്നെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ വിചാരിക്കും കൊള്ളാമല്ലേ, അപ്പോൾ പിന്നെ അങ്ങോട്ട് അപ്ലോഡ് ചെയ്ത് കളയാം. അപ്ലോഡ് ചെയ്യുമ്പോൾ എന്താ പറയുക, 300, 400, 500, 1000 കമൻസാണ് വരുന്നത്. നല്ല കമൻസ്, വെരി ഗുഡ് കമൻസ് ആണ് ഇൻസ്റ്റയിലും. പൊതുവെ ഫേസ്ബുക്കിൽ ഏറ്റവും മോശകരമായിട്ടുള്ള കമൻസ് വരുന്നത്. ഇൻസ്റ്റയിൽ കുറേ കൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് ടീമുണ്ട്. ഭയങ്കര ഫേസ്ബുക്കിലാണെങ്കിൽ ഒത്തിരി സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആൾക്കാരെ കാണാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഫേസ്ബുക്ക് നിർത്തി ഇൻ ദ സെൻസ് ഞാൻ ഇല്ല ഫേസ്ബുക്കിൽ. ഇൻസ്റ്റയിലൊക്കെ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുന്നത് ഇൻസ്റ്റ ത്രൂ ഫേസ്ബുക്കിൽ പോകുന്നുണ്ടെങ്കിലേ ഉള്ളൂ. ഞാൻ മൈൻഡ് പോലും ചെയ്യാറില്ല. കാരണം ബാഡ് കമൻസ് നോക്കിയിട്ട് എനിക്കൊരു നെഗറ്റീവ് എനർജി ഉണ്ടാക്കാൻ താല്പര്യമേ ഇല്ലാത്തൊരു കക്ഷിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗമേ നോക്കാറില്ല. ഇടക്കാലങ്ങളിലൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഒക്കെ നോക്കിയിരുന്നു. കാരണം ആൾക്കാരുടെ ഒരു ഫ്രസ്ട്രേഷനാണ് ആക്ച്വലി ഈ ബാഡ് കമൻസിലൂടെ കൊണ്ടുവരുന്നത്. ഇവളെന്താ സംഭവം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് ഉറക്കം വരില്ല. അത് എന്താണ് അതിൽ ഒരു ഹേറ്റ് സ്പ്രെഡ് ചെയ്തില്ലെങ്കിൽ ഒരു ഹേറ്റ്നെസ് സ്പ്രെഡ് ചെയ്തില്ല വെച്ചാൽ ആൾക്ക് അതിപ്പോൾ ആ ഒരു കമൻറ്റ് കണ്ടാൽ അതിനോട് പോട്ടീവായിട്ട് ഒരുപാട് ആൾക്കാർ ഇത് എന്താണ്, അതിൻ്റെ മുന്നിലെന്താണ്, പിന്നിലെന്താണ്, ഈ സാധാരണ തമ്പ് ഇതൊക്കെ കൊടുക്കുമ്പോൾ നോർമലി
അപ്പം നിങ്ങൾ ഇതിനകത്ത് എന്ത് തമ്പാണ് കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല. അപ്പം അത് എന്തിനാണ് നിങ്ങൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് യുവർ ബിസിനസ് ഇത്. അപ്പം ഇത് ഈ ഒരു യൂട്യൂബ് കണ്ടൻറ്റ് ഇത് ആരാണോ ചെയ്യുന്നത് ആ യൂട്യൂബറിന് വേറൊരു വ്യക്തി പെട്ടെന്ന് ഇത് അട്രാക്റ്റായി ഇത് ഓപ്പണായി നോക്കിയാൽ മാത്രമേ ഈ ക്യാഷും കാര്യങ്ങളൊക്കെ വരും. നമുക്ക് ഓഫ് കോഴ്സ് ആ തമ്പിൻ്റെ സംഭവങ്ങൾ അറിയാമെന്നുള്ളത്. നമ്മളൊന്നും പറയുന്നത് വേറെ, തമ്പ് വരുന്നത് വേറെ, ആളുകൾ ചിന്തിക്കുന്നത് വേറെ, അത് വെച്ച് മറ്റ് കമൻസുകൾ എഴുതുന്നത് വേറെ. അപ്പോൾ ഇങ്ങനെ പല പെർസെപ്ഷനിലാണ് ആൾക്കാർ ഓരോന്നും ചെയ്യുന്നത്. അപ്പോൾ ഇതിലൊന്നും ഒരു അർത്ഥവും ഇല്ല എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഓരോരുത്തർ ജീവിക്കാൻ വേണ്ടി ഓരോരോ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്നു, അതിൻ്റെ ഒരു ഭാഗമായി നമ്മൾ വന്നിരിക്കുന്നു, കാര്യങ്ങൾ ചോദിക്കുന്നു, തുറന്നു പറയുന്നു. ചിലവർക്ക് ആ തുറന്നു പറച്ചിലുകൾ ഭയങ്കര പ്രശ്നമായേക്കാം. ചിലവർ പറയുന്നത് വെച്ചാൽ ഇവർ തുറന്നു പറയുന്ന എന്തോ ആകാനുള്ളൊരു ശ്രമത്തിലായിരിക്കാം. ഇങ്ങനെയൊക്കെ എന്താ പറയുക, ഒരു നമ്മളൊന്നും ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരു ബാഡ് തോട്ടുകളാണ് എഴുതി വയ്ക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താ ചെയ്യുക വെച്ചാൽ ഇഗ്നോർ ചെയ്യുക, ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അങ്ങ് വിടുക. ആൾക്കാർ എഴുതി തളരും, മനസ്സിലായില്ല, ആ ലെവലിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. 70% ആൾക്കാർ നല്ല ഇതിലാണ്, ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കുന്നവരാണ്. ഒരു 30%, ഒരു 20% ആൾക്കാർ ഇങ്ങനെ മോശം കമൻസ് എഴുതുന്നത്. അപ്പം നമുക്കൊരു 70% നല്ല സാധനം കിട്ടുമ്പോൾ ഇതൊക്കെ നമ്മൾ ആ ഒരു പരിസരത്തേക്ക് മൈൻഡിൽ പോലും എടുക്കാറില്ല. ആൾക്കാർ വിഡ്ഢികളാണ്, അങ്ങനെ മോശം ആൾക്കാരെ പറ്റി എഴുതിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ വിഡ്ഢികളാണെന്നേ ഞാൻ പറയുള്ളൂ. ഒരു 1-2 വർഷം മുമ്പ് ഈ നമ്മുടെ കാബാലിക എന്നുള്ള ഷോർട്ട് ഫിലിമിന്റെ ഒരു കവർ പിക്ക് ഉണ്ടല്ലോ, അപ്പൊ ആ പിക്ക് വെച്ചിട്ട് സോന നായരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ വീഡിയോ. എന്താണ് അവസ്ഥ എന്ന് വെച്ചാൽ, സോന നായർ ഇപ്പോൾ ചെന്നൈയിൽ തിരക്കിട്ട് സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മലയാളത്തിലല്ല സീരിയൽ ചെയ്യുന്നത്. അതാണ് അവസ്ഥ, അല്ലാതെ അതൊരു ദുരവസ്ഥയല്ല. അല്ല, അത് ഇദ്ദേഹം പറയേണ്ട കാര്യമില്ല, എനിക്കത് അറിയാം. എന്തിനാ തമ്പ് ഇങ്ങനെ കൊടുക്കണേന്ന്. ശരിക്കും ആ കാബാലിക എന്നുള്ള ഷോർട്ട് ഫിലിം കുറേ കൂടി ആൾക്കാർ കണ്ടിരുന്നെങ്കിൽ എന്തായിരുന്നു ആ അങ്ങനെ ഒരു ബാക്ക്ലെസ് ആയിട്ടുള്ള ഫോട്ടോയുടെ ഉദ്ദേശത്ത് കുറേ കൂടി ആളുകൾക്ക് മനസ്സിലായിരുന്നില്ല. കാരണം ആ കാബാലിക എന്നുള്ള ഷോർട്ട് ഫിലിം ശരിക്കും ഒരു ഫിലിം വെർത്ത് ആയിട്ടുള്ള ഷോർട്ട് ഫിലിം ആയിരുന്നു. കുറേ ഗവൺമെന്റ് ഓൺഡ് തിയേറ്റേഴ്സിൽ ആ ഷോർട്ട് ഫിലിം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സൂര്യകൃഷ്ണമൂർത്തി സാർ അതിനെപ്പറ്റി 1/2 മണിക്കൂറോളം പ്രസംഗിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ശരിക്കും ആ ഫോട്ടോന്റെ അർത്ഥം? ആ ഫോട്ടോ ഷെയർ ചെയ്ത് ആർക്കും ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നുള്ളത്. ഒരു കണക്കിന് മനസ്സിലാവാതെ ഇരിക്കുന്നതാണ് ബെറ്റർ. ഈ മനസ്സിലാക്കിയതോളം മതി. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ഞാൻ പറയില്ലേ, അങ്ങേറ്റവും ഇങ്ങേറ്റവും അറിയാതെയാണ് ആൾക്കാർ നമുക്ക് ഭയങ്കരമായിട്ട് കമൻറ്റബിൾ ആയിക്കൊണ്ടേയിരിക്കുന്നത്. അത് ഭയങ്കര തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ്. നമ്മൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാൻ ഉദ്ദേശിക്കണമെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒന്നുകിൽ ഒരു മിനിമം ഒരു ഇതിൽ ഒന്ന് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. എന്താണ്, എന്തിനായിരുന്നു എന്നൊക്കെ ഉള്ളത്. ആൾക്കാർക്ക് ഞാൻ വിചാരിക്കുകയാണ്, ജനങ്ങൾക്ക് വേറെ ജോലിയില്ലേ എന്നാണ് വിചാരിക്കുന്നത്. മനസ്സിലായില്ലേ? കാരണം ഇത്രമാത്രം ഇതായിട്ട് എഴുതാൻ മാത്രമോ ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എനിക്കറിയില്ല എന്താണെന്നുള്ളത്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇതൊന്നും എന്നെ ഇവിടെ ടച്ച് ചെയ്യണ സാധനങ്ങളൊന്നുമല്ല. കാരണം ഞാൻ അതിലൊന്നും ഞാൻ എന്താ പറയുക, ഒരു തരി പോലും ഞാൻ സങ്കടപ്പെടാറോ ഇല്ലെങ്കിൽ എന്നെ മോശമായിട്ട് എഴുത്തുകാർക്ക് എഴുതിക്കൊണ്ടിരിക്കണവർക്കേ അറിയുള്ളൂ. എനിക്കറിയാം, എൻ്റെ ഫാമിലിക്ക് അറിയാം ഞാൻ എന്താണെന്നുള്ളത്. അതുപോലെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എൻ്റെ ലൈഫ് വളരെ സ്മൂത്തായിട്ട് ഹാപ്പി ആയിട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു നിസ്സാരം, ഓഫ് കോഴ്സ് വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പം ഞാൻ അമ്മാതിരി വേഷങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല. ആ ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ കാബാലിക എന്ന് പറയുന്നത് തന്നെ ടെലിഫിലിം കണ്ടു നോക്കി, അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം, എനിക്ക് ഒരുപാട് അവാർഡ് കിട്ടിയ മൂവിയാണ്. ആ ഷോർട്ട് മൂവി കണ്ടു നോക്കി അതിനകത്ത് ഒരു തരത്തിൽ പോലും ഒരു വിയേർഡ് ആയിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു സീനോ ഒന്നുമില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് അത് ഒരു പോസ്റ്ററായിട്ട് കൊടുക്കുമ്പം കാബാലിക ഇതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ സാരിയുടെ ബാക്കിൽ ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ ചെയിനൊക്കെ ഇട്ട്. അപ്പം ആ ഒരു ബാക്ക് ഷോട്ട് കാണുമ്പോൾ തന്നെ അറിയാം ആ ക്യാരക്ടറിന്റെ ലക്ഷണം. അതെ, ഒരു ഭയങ്കര ഒരു സെൻഷ്വൽ ഒരു ഫീൽ ചെയ്യാൻ ആയിട്ടാണ് അത് ചെയ്തത്. അപ്പം അറ്റ്ലീസ്റ്റ് അതെങ്കിലും കാണുമ്പോഴാണല്ലോ, ഒരു പോസ്റ്റർ കാണുമ്പോഴാണല്ലോ നമുക്ക് ഇതാണ് സിനിമ, ഇതിലെന്തോ ഉണ്ട്, എന്തോ പറയാതെ പറയുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ഇത് കണ്ടിട്ട് സോന നായർ ഇപ്പം വേറെ പടങ്ങളൊന്നുമില്ല, ഇപ്പം സാരിയൊക്കെ അഴിച്ചു തുടങ്ങി. എന്തൊരു കഷ്ടമാണ്, എനിക്കറിയില്ല. അപ്പം പിന്നെ അതിനുശേഷം ഓഫ് കോഴ്സ് നരന് ശേഷം നരൻ ഭയങ്കര ആ ഒരു ക്യാരക്ടർ ഭയങ്കര ഹിറ്റായപ്പം അതിനെ കിടപിടിക്കുന്ന ഒരുപാട് തരം കുറച്ച് കഥാപാത്രങ്ങൾ എനിക്ക് വന്നു, ഇല്ലെന്നല്ല. പക്ഷേ കാമ്പോജി, ഓഫ് കോഴ്സ് കാമ്പോജി എന്ന് പറയുന്ന അത്, അപ്പം
അത് ഓഫ്കോഴ്സ് ആ കഥാപാത്രം നാരായണിയെ കാണണം. ആ കാമ്പോജിയെ നാരായണിയിൽ കണ്ടാലേ നാരായണി എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാവുള്ളൂ. അപ്പം ആൾക്കാർ ചോദിക്കുന്നു, എന്നാൽ പിന്നെ കാമ്പോജിയിൽ ചെയ്തതോ, നരനോട് കൂടി നിർത്തിക്കൂടെ, എന്നാൽ പിന്നെ കാമ്പോജിയിലായതോ, ഇങ്ങനെ ചോദിക്കും. ആ സിനിമ കാണാതെയാണ് ആൾക്കാർ ഓരോന്നും പറയുന്നത്. കാരണം ഈ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് നല്ല മധുരമായിട്ടുള്ള കഥാപാത്രങ്ങൾ വരുമ്പോൾ അത് ഏത് വിധത്തിലും ആകാം. നമുക്ക് എന്തെങ്കിലും ഒരു സ്ക്രീൻ സ്പേസ് ഉണ്ട് എന്നറിയുന്ന കഥാപാത്രങ്ങളാവുമ്പോൾ നമ്മൾ സ്വമേധ അതിനകത്ത് തലകുലുക്കും, ഓക്കെ ചെയ്യാം. കാരണം അത് നമ്മൾ എന്താ പറയുക, ഒരു വില്ലിങ്നെസ് ആണത്, ഒരു വിൽ പവറാണ് അത് ചെയ്യാന്നുള്ളത് അല്ലേ. ഈ കാമ്പോജിയിലെ കഥാപാത്രം ശരിക്കും ഈ സുഹാസിനി വാനപ്രസ്ഥത്തിലൊക്കെ ചെയ്ത പോലെ അങ്ങനെ കുറച്ച് മനോവ്യാപാരങ്ങളിലൂടെ കടന്നു പോകുന്ന കുറച്ച് രംഗങ്ങളുണ്ടായിരുന്നു. അത് വളരെ രസമാണ്. അത് ഏകദേശം സെയിം ഡയലോഗ്സും ഉണ്ട് ഏറെക്കുറെ. ശരിക്കും ആ സിനിമ വെളിയിലൊക്കെ കുറേ സ്ഥലത്ത് ഈ കാമ്പോജി ഫിലിം ഫെസ്റ്റിവൽസിന് കുറേ സ്ഥലത്ത് പോയി. അപ്പം ഒരുപാട് പേര് കണ്ടിട്ട് ഡയറക്ടർ വിനോദ് മങ്കയുടെ അടുത്ത് ചോദിച്ചതാണ്, എന്നെ അറിയാത്ത ആൾക്കാർ ശരിക്കും ഈ ക്യാരക്ടർ, നാരായണി ചെയ്ത ക്യാരക്ടർ കേരളത്തിൽ ട്രിവാൻഡ്രത്തെ വളരെ ഫേമസ് ആർട്ടിസ്റ്റ് ആണോ എന്നാണ് ചോദിച്ചത്. ദാറ്റ് ഓഫ് കോഴ്സ് അത് നമുക്ക് ഒരു ഡയറക്റ്റായിട്ട് ഒരു അവാർഡ് ഇങ്ങനെ എടുത്ത് തരുന്നതിനെക്കാട്ടി ഏറ്റവും വലുതല്ലേ ആൾക്കാർ. അപ്പോൾ തന്നെ ആൾക്കാരുടെ ഫീഡ്ബാക്ക് നമ്മൾ ഡയറക്ടർ വിളിച്ച് പറയുകയാണ്. ഇപ്പം ഡൽഹിയിൽ ആയിട്ട് എവിടെയും മലയാളികൾ കാണും. അപ്പം എന്നെ അറിയാമെന്നുള്ളവർക്ക് അറിയാം, അല്ലാത്തവരെ ഈ വേറെ ലാംഗ്വേജിലൊക്കെ ഉള്ള ആൾക്കാരാണല്ലോ ഫെസ്റ്റിവലിന് വരുന്നതൊക്കെ. അപ്പോൾ ഡയറക്ടറായിട്ട് സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം ചോദിക്കുക എന്നൊക്കെ പറയുന്നത്, ഡയറക്ടർ അത് എന്നെ വിളിച്ച് പറയുക എന്നൊക്കെ പറയുമ്പോൾ അതിപ്പോൾ ഞാൻ എല്ലാവരുടെ അടുത്തും കൊട്ടി ഘോഷിച്ച് പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമില്ലല്ലോ. അത് എന്നിൽ നാരായണിക്ക് കിട്ടിയ ഒരു അവാർഡും എന്നിൽ നാരായണിയെ എടുത്ത എൻ്റെ മനസ്സിൻ്റെ സന്തോഷമാണ് അല്ലേ. അതിങ്ങനെ എല്ലാവരുടെ അടുത്തും പറഞ്ഞ് എന്നെ വിനോദം ഭയങ്കര ആൾക്കാർ എന്നെ ഭയങ്കരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ പറയത്തില്ലായിരുന്നു, ഇത് ഈ ഒരു ട്രാക്കിലേക്കുള്ളൊരു ക്വസ്റ്റ്യൻ വന്നതിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ചിരി ആളുകൾ ഭയങ്കരമായിട്ട് ആഘോഷിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഭയങ്കര ആരാധകരുണ്ട് സോനാ നായരുടെ ചിരിക്കുന്ന ആളുകൾ. ഒരു സമയത്ത് അത് റിംഗ് ടൂണായി വരെ വെച്ചിരുന്നെന്ന് കേട്ടിട്ടുണ്ട്. ചിരി എനിക്ക് ചിരിക്കാൻ ഭയങ്കര, നമുക്ക് പെട്ടെന്നൊന്നും നമുക്ക് ചിരി വരില്ലല്ലോ, കരയും പെട്ടെന്ന്. ചിരിപ്പിക്കാനും ഭയങ്കര പ്രയാസമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ കോമഡി താരങ്ങളെ ഞാൻ ഇങ്ങനെ സാഷ്ടാംഗം നമസ്കരിക്കും. ഒരാളെ ചിരിപ്പിക്കാൻ ഭയങ്കര പ്രയാസം. ചിരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിങ്ങനെ മറന്ന് ചിരിക്കുന്ന കൂട്ടത്തിലാണ്. അത് പലരും പറയും ഈ കോളിംഗ് ബെല്ലിൻ്റെ എനിക്കത് ഇപ്പോൾ ചിരിച്ച് കാട്ടാൻ പറ്റില്ല, പക്ഷെ അങ്ങനെയാണ്. കോളിംഗ് ബെല്ല് ആ ഒരു രീതിയിലാണ് ഇങ്ങനെ ചിരിയുടെ ആ ഒരു വൈബ്രേഷൻ അങ്ങനെ കുറച്ച് നേരം നിൽക്കും. ചെറിയ കാര്യത്തിന് ഞാൻ ഉറക്കെ ചിരിക്കുന്ന കൂട്ടത്തിലാണ്. ചിരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കുറേ കൂടെ എല്ലാവരും നല്ലൊരു പോസിറ്റീവ് വൈബ്രൻറ്റിൽ നിൽക്കുന്ന ഒരു ഇതിലേക്ക് എൻ്റെ ചിരി മാറും. കാര്യം അറിയാതെ എൻ്റെ ചിരി കണ്ട് ചിരിച്ചവർ ഒരുപാട് പേരുണ്ട്. കാര്യം അറിയണമെന്നില്ല, ചിരിക്കുന്നത് കണ്ടിട്ട് ചിരിക്കുന്ന കണ്ടിട്ട് അവർക്ക് ചിരി അടക്കാൻ വയ്യാതെ ഇരുന്നിട്ടുണ്ട്. അവർക്ക് കാര്യം അറിയില്ല, പക്ഷെ എൻ്റെ ചിരി കണ്ടിട്ട്. അപ്പോൾ ആ ചിരിക്ക് ചില ജഗതി ചേട്ടനോട് പറഞ്ഞിട്ടില്ലേ, ജഗതി ചേട്ടനെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുന്ന കണ്ടിട്ട് എന്തിനാ കുട്ടി നീ എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നതെന്ന് നമ്മുടെ മൈൻഡിൽ ക്യാരക്ടേഴ്സ് ഓർമ്മ വരും. പക്ഷേ അവരൊക്കെ എന്ന് പറഞ്ഞാൽ നോർമലി ഇരിക്കുമ്പം ഇങ്ങനെ കോമഡി ചെയ്തുകൊണ്ടിരിക്കുന്നവരേ അല്ല. നമ്മളെക്കാട്ടിയും ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഇൻ്റലക്ച്വലി ഉള്ള ആൾക്കാർ ഇരിക്കില്ലേ, അതുപോലെയാണ്. നമുക്കൊന്നും ഒരിക്കലും അവരെ കണ്ടാലും അവരുമായിട്ട് സംസാരിക്കുമ്പോഴും നോർമൽ സംസാരത്തിലൊന്നും അവരൊക്കെ ഇങ്ങനെ ഒരു സ്ലാപ്സ്റ്റിക് കോമഡി ചെയ്യുന്ന ഒരാളിൻ്റെ അടുത്താണോ ഞാൻ സംസാരിക്കുന്നത് എന്ന് തോന്നുന്ന വിധത്തിലുള്ള ആൾക്കാരാണ് അവരൊക്കെ. അത്രയും നോളജബിൾ ആയിട്ടുള്ള, ഇപ്പം അമ്പിളി ചേട്ടനൊക്കെ ആണെങ്കിൽ ഒത്തിരി ഭയങ്കര ബുക്കിഷാണ്, ഭയങ്കര നോളജബിൾ ആയിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിനോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ മറ്റേ ഈ ചാണകക്കുഴിയിൽ വീഴുന്ന ആ രംഗമൊക്കെ നമ്മുടെ ഓർമ്മയുണ്ടെങ്കിലും വർത്തമാനം പറയുമ്പോൾ ആ ട്രാക്കിലേക്കൊന്നും അല്ല നീങ്ങുന്നത്, വേറൊരു രീതിയാണ്. മനസ്സിലായില്ലേ? കോമഡി അതാണ് ഞാൻ പറഞ്ഞത്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ലെജൻസാണ്. ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോൾ ആ ഒരു ട്രാൻസിഷൻ ഉണ്ടല്ലോ. സാധാരണ ഇങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ ഇരിക്കണ ഒരാൾ അവിടെ വന്ന് നിന്നിട്ട് സഹിക്കാൻ പറ്റില്ല. അത് നമ്മളിങ്ങനെ അമ്പരന്ന് പോയി ഇദ്ദേഹമാണോ ഇദ്ദേഹം എന്ന് തോന്നിപ്പോ. രാച്ചിയമ്മ എന്നുള്ള ക്യാരക്ടർ ആളുകൾ കുറേ അതിനെപ്പറ്റി എഴുതുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അത് പിന്നീട് ആണും പെണ്ണും എന്നുള്ള സിനിമയിൽ ഒരു സെഗ്മെന്റ് ആയിട്ട് പാർവതി തിരുവോത്ത് ചെയ്തപ്പോൾ പിന്നീട് പാർവതി തിരുവോത്തിൻ്റെയും സോനാ നായരുടെ പ്രകടനങ്ങൾ എടുത്തു പറയും. സോനാ നായരുടെ പ്രകടനമാണ് മികച്ചതെന്ന് ഒരുപാട് പേര് എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അങ്ങനെയുള്ള താരതമ്യങ്ങൾ കാണും വായിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഞാൻ ഒരുപാട് അത് വായിക്കും. എനിക്ക് ഒരുപാട് പേര് ഇങ്ങനെ അയച്ചു തരും, ലൈക്ക് ഞങ്ങളുടെ രാശിയമ്മ സോനാ നായരായിരുന്നു അങ്ങനെ പറഞ്ഞിട്ടും ഈ പറഞ്ഞ മാതിരി സോക്കോൾ ആ യൂട്യൂബിലെ കണ്ടന്റും കമന്റ്സുകളൊക്കെ ഇങ്ങനെ അയച്ചു തരും.
എന്നെ സംബന്ധിച്ച് അന്ന് ഹരികുമാർ സുഹൃതം ഡയറക്റ്റ് ചെയ്ത ഹരികുമാർ സാറാണ് അത് ചെയ്തത്. വളരെ ലഘുവായിട്ടുള്ള ഒരു 20 മിനിറ്റ്സിൻ്റെ ഒരു രാച്ചിയമ്മ. രാച്ചിയമ്മയുടെ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. രാച്ചിയമ്മ സിനിമ ആക്കാനായിട്ടൊക്കെ ഉദ്ദേശിച്ചിരുന്നതാണ്. അപ്പം ആ രാച്ചിയമ്മ എനിക്ക് കിട്ടിയത് ഭയങ്കര ആ ഉറൂബിൻ്റെ ഒരു നോവല് രാച്ചിയമ്മയിൽ ആ ഒരു അങ്ങനെയൊക്കെ കഥാപാത്രങ്ങൾ കിട്ടുന്നത് മഹാഭാഗ്യമാണ് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച്. അന്ന് ഞാൻ അത് ചെയ്തു. അത് ഹരികുമാർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ രാച്ചിയമ്മയാണ് ചെയ്തത്. പാർവതിയായിട്ടൊന്ന് കമ്പയർ ചെയ്യുമ്പം പാർവതി വേണുചേട്ടൻ്റെ രാച്ചിയമ്മയാണ്. വേണു എന്ന് പറയുന്ന സിനിമാറ്റോഗ്രാഫർ ഡയറക്ടറിൻ്റെ ഒരു രാച്ചിയമ്മ. രണ്ടിനും അജഗജാന്തര വ്യത്യാസമുണ്ട്. ആക്ടിങ് വൈസ് അല്ല ഞാൻ പറയുന്നത്, ആ പോർട്രേ ചെയ്ത രീതി, രാച്ചിയമ്മയെ പോർട്രേ ചെയ്ത രീതി രണ്ടും കാണുമ്പോൾ വ്യത്യാസമുണ്ട്. ഇതിനകത്ത് ഏതാണ് മികച്ചതെന്ന് അത് കാഴ്ചക്കാരുടെ ഒരു രീതിയും, ഇല്ലെങ്കിൽ ആ പുസ്തകം വായിച്ചിട്ടുള്ളവർ കുറേ പേര് വായിച്ചിട്ടുള്ളവരാണ് നല്ല കമൻസ് എനിക്ക് എഴുതിയിട്ടുള്ളത്. പക്ഷെ ഞാൻ അതുകൊണ്ട് തന്നെ പാർവതി ഒരു തരത്തിലും, പാർവതിക്ക് എവിടെയോ ഏതോ വലിയ ഗ്രാഫിൽ നിൽക്കുന്ന ഒരു ആക്ട്രസ്സാണ്. എനിക്കിഷ്ടമുള്ള നടിമാരിൽ, പുതുമുഖത്തിൽ ഇഷ്ടമുള്ള നടിമാരിൽ ഒരു വ്യക്തിയാണ്. അപ്പം അത് വേറൊരു ഗ്രാഫാണ് ആ കുട്ടിയുടെ ആക്ടിങ് ഇതുമൊക്കെ. നമുക്ക് എപ്പോഴും ആർട്ടിസ്റ്റിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അത് മേക്ക് ചെയ്യുന്നവരുടെ കയ്യിലാണ് അതിരിക്കുന്നത്. നമ്മൾ വന്ന് ക്യാമറ ഓൺ ചെയ്തിട്ട് നമ്മൾ തന്നെ ഓൺ ചെയ്തിട്ട് തന്നെ അഭിനയിച്ചങ്ങ് പോകുന്നതല്ലല്ലോ. അവിടെ ഒരു ക്യാപ്റ്റൻ ഉണ്ട്. ആ ക്യാപ്റ്റൻ്റെ രാജ്യം വേണത്. അപ്പം അതുകൊണ്ട് ആ വ്യത്യാസങ്ങൾ നമ്മൾ ഒരു കാരണവശാലും ഒരു 2 ആക്ടേഴ്സിൻ്റെ അഭിനയം വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കുറേ മെഗാ സീരിയലുകളുടെ കൂടെ ഭാഗമായിരുന്നല്ലോ. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അത്രയധികം ഏകദേശം 4 മെഗാ സീരിയലുകളൊക്കെ ഒരുമിച്ച് ചെയ്ത സമയം ഉണ്ടായിരുന്നത്? അതുകൊണ്ടാണ് ഞാൻ ശ്രീ മോഹൻലാലിൻ്റെ അല്ലെങ്കിൽ ശ്രീ മമ്മൂട്ടിയുടെ ഒന്ന് നായികയാവാൻ പോയത്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? സീരിയൽ എക്സ്പോഷർ ഹെവി ആയിട്ടുണ്ടെങ്കിൽ പൊതുവേ സിനിമയിൽ വളരെ വരുന്നത് ഭയങ്കര ഇതായിരിക്കും. പണ്ടൊക്കെ ഞാൻ ഞാൻ സീരിയലിൽ കൂടെയാണ് വന്നത്. വെരി ബിഗിനിങ് 91 ഒരു കൂടെയും കുഞ്ഞുമംഗളം പറഞ്ഞിട്ട് ഒരു 13 എപ്പിസോഡ് സീരിയലിൽ കൂടെയാണ് സിനിമയിലേക്ക് വന്നത്. അന്ന് ആ കാലഘട്ടത്ത് അറ്റ് ദ സെയിം ടൈം രണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ട്രസ് ഞാനായിരുന്നു. സീരിയലിൽ മെയിൻ ക്യാരക്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ അതേ സമയം തന്നെ സിനിമയിൽ ഒരുപാട് അക്കാഡമിക് മൂവിയിൽ ഹീറോയിനായിട്ട് ഒരുപാട് പേരുടെ കൂടെ ചെയ്തിട്ടുണ്ട്. പ്ലസ് കമേഴ്ഷ്യൽ മൂവിയിൽ സബ് ക്യാരക്ടേഴ്സും ചെയ്ത് അങ്ങനെ. അപ്പം രണ്ടും കൂടെ എനിക്ക് ഭയങ്കരമായിട്ട് മാച്ചപ്പ് ചെയ്ത് പോകാൻ പറ്റുമായിരുന്നു. എൻ്റെ ഡേറ്റ്സ് ക്ലാഷ് ഇല്ലാതെ, കമ്മിറ്റ്മെൻറ്റ്സ് അതെല്ലാം അതിൻ്റെ പിന്നിലെല്ലാം എൻ്റെ ഫാമിലി ആയിരുന്നു. ഞാൻ അന്ന് ഇൻഡസ്ട്രിയിൽ വന്നപ്പോൾ തന്നെ കല്യാണം കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. ഹസ്ബൻഡ് ക്യാമറാമാൻ ഉദയൻ അമ്പാടി. അദ്ദേഹം ഈ ഫീൽഡിലും കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് ഒരുപാട് എന്താ പറയുക ഭയങ്കര ലിഫ്റ്റപ്പ് ഭയങ്കര ഹെവി ആയിരുന്നു. ആളെല്ലാ തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു. ഇൻ ദ സെൻസ് ഞാൻ വർക്കിന് പോകുമ്പോഴും ഷൂട്ടിന് പോകുമ്പോഴും ഡേറ്റ്സ് ഫുൾ ടൈറ്റായിട്ട് നിൽക്കുമ്പോഴൊക്കെ ഒറ്റയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു എല്ലാം. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് അന്ന്. പിന്നെ ഇപ്പോൾ ഈ ചോദ്യം വന്നത് അതുകൊണ്ടാണോ ഇത് വന്നത് എനിക്കറിയത്തില്ല. എന്നെ മലയാള സിനിമ അത്രയും നന്നായിട്ട് എന്നെ യൂസ് ചെയ്തിട്ടില്ല എന്ന് വേണം പറയാൻ. ഞാനിപ്പോഴും ഞാൻ വിചാരിക്കുന്നത് ഞാൻ നല്ലൊരു ആക്ട്രസ് ആയാണ്, പക്ഷെ ഞാനൊരു അണ്ടർ റേറ്റഡ് ആർട്ടിസ്റ്റ് ആയത് എൻ്റെ ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്ന് എനിക്കറിയില്ല. മേ ബി ലൈക്ക് ഞാനൊരു ഭയങ്കര പീക്കിൽ നിൽക്കുന്നതായിരുന്നുവെങ്കിലും ഒരു പക്ഷേ ഇന്നും ഞാൻ സസ്റ്റെയിൻ ചെയ്ത് പോകാൻ ചിലപ്പം ആയിന്ന് വരില്ല. ഒരു പക്ഷേ അത്തരം ഏറ്റക്കുറച്ചിലുകളുള്ള കഥാപാത്രങ്ങൾ കയറി ഇറങ്ങി ചെയ്തുകൊണ്ടായിരിക്കാം മേ ബി ഇപ്പോഴും ഈ ഒരു മൊമെന്റിലും ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അറൗണ്ട് ഒരു 36-37 വർഷമായി ഇൻഡസ്ട്രിയിൽ. സോ ഇന്നും ആളുകൾ ചെറുതായിട്ടെങ്കിലും ഇഷ്ടപ്പെടുകയും നിറയെ വർക്കുകളൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുന്നത് മേ ബി ലൈക്ക് ഞാൻ ആ ഒരു പീക്കിൽ ഒരു പക്ഷേ അപ്പം ഈശ്വരന് അറിയാമായിരിക്കാം മേ ബി ഞാൻ എല്ലാം അവിടേക്ക് വിടുന്നതാണ്, ആ ഒരു പവറിലേക്ക് വിടുന്നുണ്ട്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു ആ പവറാണ് തരുന്നത്. പോയി ചെയ്യൂ, വന്നിരുന്നോളൂ, വീട്ടിൽ ഇരിക്കുന്നു, കുറച്ച് നാൾ വീട്ടിൽ ഇരുന്നോളൂ, ബാക്കിയുള്ള അപ്പം ആ പവറിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോഴും എന്നെ ഇങ്ങനെ തട്ടി കൊണ്ടുപോകുന്നത് ആ പവറാണ്. ആൾക്കാരുടെ ഒരു ക്യാരക്ടർ എഴുതുമ്പോൾ സോന നേർക്ക് കൊടുത്താലോ എന്ന് ആ മനസ്സിൽ വിചാരിപ്പിക്കുന്നതും ആ പവറാണ്. അപ്പം അതുകൊണ്ട് ഇതൊന്നും ഒരിക്കലും ഭയങ്കര ഒരു ഭയങ്കര ഹെവിലി ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഇതല്ല. ഇൻഡസ്ട്രി എക്സിസ്റ്റ് ചെയ്യും, പക്ഷെ നമ്മളൊന്നുമല്ല. നമ്മൾ വന്നു പോകുന്ന ഒരു പാസഞ്ചർ മാത്രമാണ്. വരുന്നു, ഒരുപാട് പേരെ നമ്മൾ ചിലപ്പോൾ സന്തോഷിപ്പിക്കുന്നു, കരയിപ്പിക്കുന്നു, ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോകുന്നു. അടുത്ത ടീമുകൾ വരുന്നു, അടുത്ത പാസഞ്ചർ കയറുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും വിചാരിക്കും എൻ്റെ ഒരു സ്കില്ല് വെച്ചിട്ട് എന്നെ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ
ആ ഒരു സ്കില്ല് വെച്ച് ഞാൻ എന്നെ മൊത്തം ഉപയോഗിച്ചിട്ടുണ്ട്. മനസ്സിലായി. മനസ്സിലായില്ലേ? ഞാൻ ഒരു സമയം പോലും വീട്ടിൽ വെറുതെ നിന്നിട്ടില്ല. സിനിമ അല്ലെങ്കിൽ സീരിയൽ, സീരിയൽ അല്ലെങ്കിൽ സിനിമ, ഇങ്ങനെ ഫുള്ളി എൻഗേജ്ഡ് ആയിരുന്നു. അപ്പം അതുകൊണ്ട് ആ സ്കില്ല് വെച്ച് ഞാൻ എന്നെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അതിമനോഹരമായി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഐ ആം ആൻ അണ്ടർ റേറ്റഡ് ആർട്ടിസ്റ്റ് എന്നേ പറയുള്ളൂ. ഇൻ ദ സെൻസ് ആ ഒരു ഇത് വെച്ചിട്ട് എന്നെ മലയാള സിനിമയിലെ ഏറ്റവും പ്രഗത്ഭരായ വ്യക്തികൾ എന്ന് കരുതി നമുക്ക് ഗോപാലകൃഷ്ണൻ മറക്കാനാവില്ല, അവരെ ഒന്നും മാറ്റി നിർത്താനും പറ്റില്ല. പ്രിയദർശനെ പോലെ, സത്യനന്ദിക്കാടിനെ മറക്കാനാവില്ല, പ്രിയദർശൻ, ജോഷി. പ്രിയദർശൻ സാർ എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊരു ഞാൻ എൻ്റെ ഒരു ലാംഗ്വേജ് അറിയുമോ എന്ന് പോലും, എനിക്ക് ഹിന്ദി അറിയുമോ എന്ന് പോലും അറിയാതെ എന്നെ ഹിന്ദി മലാമൽ വീക്കിലി, കമാൽ ദമാൽ, മലാമൽ, രംഗ് റേസ്, അങ്ങനെ ഫോർബിഡൻ ലവ്, ഫോർബിഡൻ ലവ്, അത് ശരിക്കും സീ ടി വിയിലെ ഇതായിരുന്നു വന്നിട്ടുള്ള ഇതാണ്. അപ്പം അങ്ങനെ ഹിന്ദിയിൽ ഞാൻ ഇങ്ങനെ കുറച്ച് അധികം അങ്ങനെയുള്ളതൊക്കെ നമുക്ക് തരുന്നത് വെട്ടം എന്നുള്ളൊരു സിനിമയിൽ കൂടെയാണ് അദ്ദേഹം എന്നെ പരിചയപ്പെടുന്നതൊക്കെ. ആ വെട്ടത്തിൽ കൂടെയാണ് ആ ഒരു അതിന് തൊട്ട് മുൻപ് നെയ്ത്തുകാരൻ എന്ന് പറഞ്ഞ സിനിമയിൽ എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ സെക്കൻഡ് ബെസ്റ്റ് ആക്ട്രസ് ആയിട്ട് കിട്ടിയപ്പം അതിൽ ബെസ്റ്റ് ആക്ട്രസ് ആയിരുന്നു വന്നത്. അവിടെയും ചെറിയ വിഷയങ്ങളൊക്കെ വന്നിരുന്നു, അതും വന്നിരുന്നു. അതൊക്കെ ഞാൻ ഈ കമ്മിറ്റി ആൾക്കാർ വഴി ഞാൻ അറിയുന്നുണ്ട്. കാരണം ഇവരെല്ലാവരും നമുക്ക് പരിചിതമുള്ള ആൾക്കാർ. കുറേ കാര്യങ്ങളുണ്ടല്ലോ ലാസ്റ്റ് മിനിറ്റ് ഫ്ലിപ്പ് ആയത്. അപ്പം അങ്ങനെ അത് വന്നിട്ടുണ്ട്. അന്ന് സുഹാസിനി മാമും ഞാനുമായിരുന്നു. അപ്പം ആ ഒരു സാധനത്തിൽ അത് നമുക്ക് പറയേണ്ട കാര്യമില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ഉള്ള ഭാഗ്യം വരും, നിർഭാഗ്യത്താൽ അത് മാറിക്കിട്ടും. പക്ഷേ അത് ആ ഒരു സ്റ്റേറ്റ് അവാർഡ് എന്നെ ഒരു ഭയങ്കര സംഭവത്തിലൊന്നും മലയാള സിനിമയിൽ ആക്കിയതൊന്നുമില്ല. സ്റ്റേറ്റ് അവാർഡ് കിട്ടി, അത് ഓക്കെ, സന്തോഷം. പക്ഷേ ആ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതോടുകൂടി ഞാനൊരു മലയാളത്തിലെ ഏറ്റവും മികച്ച സംവിധായകനെയാണ് പരിചയപ്പെട്ടത്, ശ്രീ പ്രിയദർശൻ. അദ്ദേഹം ഉടനെ തന്നെ എന്നെ വിളിച്ചിട്ട് വെട്ടം എന്നൊരു സിനിമ തരുകയാണ്. ആ വെട്ടത്തിലെ പെർഫോമൻസ് മാത്രം മതി പുള്ളിക്ക് ബാക്കി 4-5 സിനിമയിലേക്ക്, അതും ഹിന്ദി സിനിമയിൽ ഞാനൊക്കെ കൗതുകത്തോടുകൂടി ജന്മത്ത് ഒരു തവണ പോലും കാണാൻ സാധിക്കാത്ത ആൾക്കാരാണ് എന്ന് എൻ്റെ കുട്ടിക്കാലത്ത് വിചാരിച്ച ആൾക്കാരുടെ കൂടെ ഭാര്യയായിട്ടും മകളായിട്ടും ഒക്കെയാണ് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ മലാമൽ വീക്കിലിയുടെ സമയത്ത് ഈ ഓംപുരി, ശക്തി കപൂർ, റീമാസൻ ഇവരൊക്കെ സോനം കണ്ട എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു, അഭിവാദ്യം ചെയ്യായിരുന്നു എന്നൊക്കെ. അങ്ങനെയല്ല, അതല്ല. ഇവർക്ക് നമ്മളിവിടെ ഉള്ളവരും ഈ പറഞ്ഞ പോലെ വെളിയിൽ നിന്നൊക്കെ ആർട്ടിസ്റ്റുകൾ വന്ന് നമ്മൾ ഒരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പോലെ ഇരിക്കും. ഇപ്പം ഞാൻ കയ്യും കാലും ഒക്കെ ഇവിടം തൊട്ടിങ്ങ് അറ്റം വരെ വിറച്ചാണ്. കാരണം ഓംപുരി സാർ എന്നൊക്കെ പറയുന്ന പരേഷ് റാവൽ, ശക്തി കപൂർ, പണ്ട് മിഥുൻ ചക്രവർത്തിയുടെ ഡാൻസിൽ അദ്ദേഹം വില്ലനാണ് ശക്തി കപൂർ. ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ ഈ ശക്തി കപൂർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരുന്ന ഒരാൾ, വളരെ പാവമായിട്ടിരിക്കുന്ന ഏറ്റവും സാധു മനുഷ്യനെ ഞാൻ അന്നാണ് അവിടെ കാണുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് താരങ്ങൾ ഇങ്ങനെ നമ്മൾ പണ്ട് കുട്ടിക്കാലത്ത് ഹിന്ദി സിനിമയിൽ കണ്ട വൻ താരങ്ങൾ ഇരിക്കുമ്പോൾ എനിക്ക് അവിടെ പോകാൻ ഭയങ്കര ടെൻഷനായിരുന്നു, അവരുടെ അടുത്ത് പോയി ഇരിക്കാനും ഒക്കെ. പക്ഷെ പ്രിയൻ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് അവരടുത്ത് പറഞ്ഞ ഒരു ഇൻട്രൊഡക്ടറി ഒരു ഇതുണ്ട്. എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഷീ ഈസ് ഫ്രം കേരള, ഷീ ഈസ് എ വെരി ഗുഡ് ആക്ട്രസ്, ഷീ വോൺ ദ സ്റ്റേറ്റ് അവാർഡ് ലാസ്റ്റ് ഇയർ എന്ന് പറഞ്ഞിട്ടാണ് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടിയെന്ന്. അപ്പോൾ നോർമലി ഒരാൾ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പോലെ ഇരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യുന്ന അറിയാമോ, അവരെ ഓഫ് കോഴ്സ് അങ്ങനെ അവരെല്ലാവരും ഇരിക്കുമായിരുന്നു, നമസ്കാരം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ. അത് വൈ? ബിക്കോസ് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഒരു ഡയറക്ടറാണ് ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലേ? അത് ഒരു പക്ഷേ മലയാളത്തിൽ അങ്ങനെ ഉണ്ടാവണമെന്നില്ല. മനസ്സിലായോ? അപ്പോൾ അതാണ് ശരിക്കും അവിടെ ബോംബെയിലുള്ള അവിടെയുള്ള ആൾക്കൊന്നും നമ്മളെ അറിയില്ല. ഞാൻ ഏതോ ഒരു കഥാപാത്രം വന്ന് ചെയ്യാമെന്ന്, ഇല്ലെങ്കിൽ ഈ കുട്ടിയൊക്കെ ചെയ്യാനാണോ, ഈ ഒരു ആക്ട്രസ് ആണോ? കാരണം അവരുടെ ഒരു ലുക്കിലല്ലല്ലോ, നമ്മളെ ഒരു സദേൺ ലുക്കും, അവരൊക്കെ അങ്ങനത്തെ ഒരു സ്റ്റൈൽ ഓഫ് ആൾക്കാരല്ലേ. അപ്പോൾ അവരിങ്ങനെ എന്താ കൊണ്ട് നോക്കുമ്പം ആണ് പ്രിയൻ ചേട്ടൻ പറഞ്ഞത്, ഇങ്ങ് വാ എല്ലാവരെയും പരിചയപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നെ വരുത്തിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വണക്കം, നമസ്കാരം എന്നൊക്കെ പറഞ്ഞു. എനിക്കറിയില്ല, എനിക്ക് നെഞ്ചിടിച്ചിട്ട് ഞാൻ കണ്ട കണ്ണൊക്കെ അങ്ങോട്ട് നിറഞ്ഞേ. കാരണം ആദ്യമായിട്ട് ഞാൻ അവരെ കാണുകയാണ്, ഓംപുരി സാറിനെയൊക്കെ. എനിക്കറിയാം എപ്പോഴും ശക്തി കപൂർ എഴുന്നപ്പം മൊബൈൽ അടിയിൽ വെച്ചേക്കായിരുന്നു. പുള്ളി അത് ഓർത്തില്ല, പുള്ളി എനിക്ക് നമസ്കാരം പറയാൻ എണീറ്റത് ഈ മൊബൈൽ അങ്ങ് താഴെ വീണ് അത് പൊട്ടിയില്ല, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആവില്ലേ.
അപ്പോഴും ആ ഹിന്ദിയിൽ എന്തോ തമാശ രീതിയിൽ പറഞ്ഞു പുള്ളി, അതെനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു അയ്യോ സാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ നൈ നൈ എന്നൊക്കെ പറഞ്ഞിട്ട്, അതൊക്കെ അവിടുത്തെ ആൾക്കാർക്ക് ആറ്റിറ്റ്യൂഡ് ഉണ്ടോ ഇല്ലേന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷേ ആ ഒരു മൊമെൻറ്റിൽ ഒരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടപ്പോൾ നോർമലി നമ്മളാണെങ്കിലും ഇവിടുത്തെ ഉള്ള ആൾക്കാരാണെങ്കിലും അങ്ങനെ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മളായാലും ഹായ് ഹലോ നമസ്കാരം എന്നൊക്കെ പറയില്ലേ, അത്രേ ഉള്ളൂ. അല്ലാതെ അതും അവരിപ്പോൾ എന്നെ ഇനിയിപ്പോൾ അടുത്തതിന് ട്രോള് വരില്ല, സോന നായരെ കണ്ട് ഓമ്പുരി എണീറ്റ് നിന്ന് കൈപൊക്കി കാണാം, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അല്ല. ഇത് ആളുകൾ ഇത് കേൾക്കണം, കാര്യങ്ങൾ എന്താണ് പറയുന്നതെന്ന് കേൾക്കണം. ചിലപ്പോൾ ഇതായിരിക്കും നിങ്ങൾ തമ്പ് കൊടുക്കുന്നത്, ഹിന്ദിക്കാർ മൊത്തം എണീറ്റ് സോന നായർക്ക് വണക്കം പറഞ്ഞു വന്നു. മനസ്സിലായോ? ഇതാണ് സംഭവം. അപ്പോൾ അത് അങ്ങനെ നടന്നു. അത് ശരിയാ ചോദിച്ചത്.